അബു അബ്ദുല്ല റളിയല്ലാഹു അൻഹു അനുഭവത്തിൽ നിന്നും പറയുന്ന ഒരു സ്റ്റോറി ഉണ്ട്. ഉമ്മാക്ക് മീൻ കഴിക്കണം എന്ന് ആഗ്രഹം. ഉപ്പനും കൂട്ടി നേരെ ചന്തയിലേക്ക് പുറപ്പെട്ടു. മീൻ വാങ്ങി അത് വീട്ടിലെത്തിക്കാൻ വേണ്ടി ആളങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതുവഴി ഒരു കുട്ടി കടന്നു വന്നു. എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവർ സമ്മതിച്ചു. ഈ കുട്ടി മീനുമായി വീട്ടിലേക്ക് നടന്നു തുടങ്ങി. നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് വിളിക്കണത് കേൾക്കണം. ഈ കുട്ടി ചോദിച്ചു, ബാങ്ക് വിളിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഈ മീന് നിങ്ങളെന്നെ വീട്ടിലെത്തിക്കോ, ഞാൻ ഒന്ന് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. അവര് സമ്മതിച്ചു. കുട്ടി പള്ളിയിൽ കയറി. ഈ മീന് പുറത്ത് വെച്ചിട്ട് ഇവരും ഈ കുട്ടിക്ക് പിന്നിൽ പള്ളിയിൽ കയറാണ്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ മീൻ അവിടെ തന്നെ ഉണ്ട്. ആ മീൻ എടുത്ത് അവർ നേരെ വീട്ടിലെത്തി. നടന്ന സംഭവങ്ങളൊക്കെ ഉമ്മനോട് പറഞ്ഞു. ഉമ്മ ആ കുട്ടിനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ആ കുട്ടി നോമ്പുകാരനാണ് എന്നുള്ളത് അറിയണത്. എന്നാ പിന്നെ രാത്രി ഭക്ഷണം കഴിക്കാൻ വരാമെന്ന് പറഞ്ഞ് വീട്ടുകാർ അവനെ ക്ഷണിച്ചു. ദിവസം ഒരു നേരം മാത്രമേ ഈ കുട്ടി ചുമട്ട് ജോലി എടുക്കുള്ളൂ. ജോലി കഴിഞ്ഞ് നേരെ വിശ്രമിക്കാൻ വേണ്ടി പള്ളിയിൽ പോയി. മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരാമെന്നും പറഞ്ഞു. സന്ധ്യാസമയം കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഈ കുട്ടി വീട്ടിലെത്തി. എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ആ വീട്ടിൽ തളർവാദം പിടിച്ചു കിടക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അന്നൊരു അത്ഭുതം സംഭവിച്ചു. എന്താണെന്നറിയാം, ഈ തളർവാദം പിടിച്ചു കിടക്കുന്ന ഈ പെൺകുട്ടി അന്ന് എഴുന്നേറ്റ് നടക്കുകയാണ്. അത്ഭുതത്തോടെ ഈ വീട്ടുകാർ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറയാണ്, ഞാൻ പഠിച്ചവനോട് തോരുന്നു, അല്ലാ ഈ വന്ന അതിഥിനെ പരിഗണിച്ച് എൻ്റെ അസുഖം ഒന്ന് മാറ്റിത്തരണം. പഠിച്ചവൻ എൻ്റെ ദുആ സ്വീകരിച്ചു. വീട്ടുകാർ ഈ കുട്ടീനെ അന്വേഷിച്ചപ്പോൾ കുട്ടി ഈ സംഭവത്തിനിടയിൽ വീട് വിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഉപ്പ പറഞ്ഞു, അള്ളാഹിൻ്റെ മിത്രങ്ങളെ കൂട്ടത്തിൽ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ചെറിയ കുട്ടികളുണ്ട്, നമ്മൾ ഒരാളെയും വില കുറച്ച് കാണാൻ പാടില്ല എന്ന് പറഞ്ഞു. പ്രവാസി റിസാല ജൂൺ മാസ ലക്കത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഞാൻ കേൾപ്പിച്ചത്. ഇതുപോലെ അനുഭവങ്ങളും ഫാക്റ്റുകളും ഹിസ്റ്റോറിക്കൽ സ്റ്റോറികളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് റിസാലിൻ്റെ ഓരോ ലക്കവും പുറത്തു വരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, റിസാലിൻ്റെ ഓൺലൈൻ എഡിഷൻ നമ്മൾ യാത്രയൊക്കെ പോണ സമയത്ത് കംപ്ലീറ്റ്ലി കേൾക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ്റെ ടൈമും കൂടിയാണ്. ചെയ്തോളി, വെറുതെ ആവില്ല.